ചരിത്രത്തിലേക്ക് മിഴി തുറന്ന് പള്ളുരുത്തിയിൽ ഈ വർഷവും പുലവാണിഭമേള. ധനുമാസത്തിലെ അവസാന വ്യാഴാഴ്ച പള്ളുരുത്തി അഴകിയകാവ് ക്ഷേത്ര മൈതാനത്താണ് പുലവാണിഭം നടക്കാറുള്ളത്. എറണാകുളം ജില്ലയ്ക്ക് പുറത്തുനിന്നുൾപ്പെടെയുള്ള നിരവധി കച്ചവടക്കാരാണ് വർഷങ്ങളായി പുലവാണിഭത്തിൽ പങ്കെടുക്കാനായി എത്താറുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രവും പരിസരങ്ങളും അവർണർക്ക് നിഷിദ്ധമായിരുന്ന കാലം. ആണ്ടിലൊരിക്കൽ ക്ഷേത്രത്തിൽ കയറാൻ കൊച്ചി രാജാവ് അവർണർക്ക് അനുമതി നൽകുന്നു. ക്ഷേത്ര ദർശനത്തോടൊപ്പം അവരുടെ അധ്വാന ഫലങ്ങൾ ക്ഷേത്ര പരിസരത്ത് വിൽക്കാനും കൂടെയുള്ളതായിരുന്നു അനുമതി. അന്നത്തെ ആ ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഇന്നും പള്ളുരുത്തിയിൽ നടക്കുന്ന പുലവാണിഭമേള. കത്തി, വെട്ടുകത്തി, മുറം, കുട്ട, പായ, മൺപാത്രങ്ങൾ തുടങ്ങി വസ്ത്രങ്ങൾ വരെ ഇന്ന് വിപണനത്തിനായി ആളുകൾ എത്തിക്കുന്നുണ്ട്. അച്ഛനമ്മമാരുടെ കൈപിടിച്ച് പുലവാണിഭമേളക്കെത്തിയവർ ഇന്നും മുടങ്ങാതെ അത് തുടർന്നു പോകുന്നു. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത്, രാജഭരണമുള്ള കാലത്ത് ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾ പായുന്നതിലൂടെ വന്ന് വിൽക്കാനൊരു സൗകര്യം ഇല്ലാതെ കിടന്നിട്ട് രാജാവ് കൽപ്പിച്ചു തന്നതാണ് ഈ സ്ഥലം, അനുവദിച്ചതാണ്. പിലവാണിഭം എന്ന് പറഞ്ഞാൽ അന്ന് തുടങ്ങിയാണ് ഈ പിലവാണിഭം എന്ന് പറയുന്ന ഒരു കച്ചവടം ഉള്ളത്. പാൻ നെയ്തുകൊണ്ട് വന്നാൽ ഇവിടെ ഇട്ട് വിൽക്കും. പണിപ്പം പായുമില്ല, ചെലവുമില്ല, കച്ചവടവും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇത് ഞങ്ങൾ കുറച്ച് പേര് കൂടി ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഇതുമില്ല. അങ്ങനെ വലുതാണ്. അപ്പം പായെന്ന് ആർക്കും വേണ്ടല്ലോ, പ്ലാസ്റ്റിക്കല്ലേ എല്ലാവരും മേടിക്കുന്നത്, എല്ലാം പ്ലാസ്റ്റിക്കാണ് മേടിക്കുന്നത്. പ്രത്യേകം സംഘാടകരോ തയ്യാറെടുപ്പോ ഇല്ലാതെയാണ് ഇന്നും മേള നടക്കുന്നത്. ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഇത്തരം മേളകൾ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് നമുക്കൊപ്പം തത്സമയം. വിഷ്ണു, വെറുതെ ഒരു മേള മാത്രമല്ല, ഒരുപാട് ചരിത്രം പറയാനുണ്ട് പുലവാണിഭമേളയ്ക്ക്. ഇപ്പോൾ മുൻവർഷങ്ങളിലൊക്കെ വലിയ തിരക്കുണ്ടായിരുന്നു, പക്ഷെ വർഷം ഇങ്ങനെ കറങ്ങി കഴിയുന്തോറും ആളുകളുടെ എണ്ണം കുറവാകുന്നു എന്നൊക്കെ മുത്തശ്ശി പരാതി പറയുന്നുണ്ട്. കൃത്യമായൊരു ഇടപെടലും കൂടുതൽ കാര്യക്ഷമമായി തന്നെ ഇത് നടത്തേണ്ടതായി ഉണ്ട് അല്ലേ? അങ്ങനെയുള്ള ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ചരിത്രപരമായിട്ട് ഒരുപാട് നാളത്തെ പഴക്കമുള്ള ഒരു ആഘോഷമാണ് ഈ ഒരു പള്ളുരുത്തി അഴകിയകാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന പുലവാണിഭമേള. കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ട് പോരുന്ന, അതായത് പണ്ട് കൊച്ചി മഹാരാജാവിൻ്റെ കാലത്ത് ഈ അവർണരായിട്ടുള്ള ആളുകൾക്ക് ക്ഷേത്രത്തിലൊന്നും പ്രവേശിക്കാനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അനുവദിച്ചു കൊടുക്കുന്ന വർഷത്തിലെ ഒരു ദിവസം അന്ന് അവർ ക്ഷേത്രത്തിൽ കയറി ക്ഷേത്രം പൂജ ചെയ്ത് അവർക്കൊരു ആരാധന ഒക്കെ നടത്തിയ ശേഷം അവർ ഉണ്ടാക്കുന്ന, അതായത് അവരുടെ ജീവനോപാധിയായിട്ടുള്ള വസ്തുക്കൾ, അവർ വീട്ടിൽ വിളയിക്കുന്ന വസ്തുക്കളെല്ലാം അവിടെ ആ ഒരു പ്രത്യേകം ഉള്ള ആ ഒരു മൈതാനത്ത് അവർക്ക് വിൽക്കുവാനുള്ള ഒരു സൗകര്യവും കൂടി അന്ന് അവിടെ ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് ഇതിന് പുലനേർച്ച, പുലവാണ്യം എന്ന അടക്കമുള്ള പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ ദിവസം ഈ പുലവാണിഭമേള നടക്കുന്ന അതേ ദിവസം തന്നെ അവർക്ക് അവരുടെ കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരവും അന്നേ ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാലം മാറി ഇത്രയും ഒരു മാറ്റം ഒക്കെ വന്നപ്പോൾ ഈ കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന അതിനൊരു അവസാനം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ അതൊന്നുമില്ല. പക്ഷേ ഇന്നും വർഷങ്ങളായി അവരുടെ പൂർവികരായിട്ടുള്ള ആളുകൾ അവിടെ കൊണ്ട് സാധനങ്ങൾ വിറ്റഴിച്ചിരുന്ന ആ ഒരു രീതി ഇന്നും കൊണ്ട് നടക്കുന്ന ആളുകൾ, ധാരാളം ആളുകൾ അത് ഇന്നും കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. അതിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവരാരും ഇതിനൊരു സംഘാടകരോ ഇല്ലെങ്കിൽ ഇതിനൊരു നിയന്ത്രണ ചുമതലയുള്ള ആരും തന്നെ ഇതിലില്ല. അവർ വർഷങ്ങളായി ഇങ്ങനെ ആ ഒരു തലമുറകളായി അത് കൈമാറി വരുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയിലുള്ള ആളുകളും ഈ ഒരു ദിവസം, അതായത് ധനുമാസത്തിലെ അവസാന വ്യാഴാഴ്ച, ആ വ്യാഴാഴ്ചയാണ് ഈ ഒരു ഉത്സവം നടക്കുന്നത്. അന്നേ ദിവസം ഈ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും, ഇപ്പോൾ കേരളത്തിൽ എറണാകുളത്തിന് പുറത്ത് വൈക്കം, അതുപോലെ തന്നെ പാലക്കാട്, ആലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നും ആ ഒരു വിപണി മേളയ്ക്കായി അവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിലൊരു കൗതുകരമായിട്ടുള്ള കാര്യം. ഇവരെ ആരും അറിയിക്കുന്നില്ല, ഇവർ തന്നെ സ്വയം ആ ഒരു ദിവസം ഉത്തരവാദിത്തോടെ ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടതുണ്ട്. അതിനായി ഇടപെടൽ അനിവാര്യമാണ്.